ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു എ ലൈൻ ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത്. ലൈനിങ്ങും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സിബും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റാണ്. ബോട്ടം ലൈനിങ്ങും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു പീസാണ് നമുക്ക് സ്ലീവിന് വേണ്ടി വരുന്നത്. എനിക്ക് ടോപ്പിന് വേണ്ട ലെങ്ത്ത് 45 അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഞാനിവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. താഴേന്ന് മേലേക്കാണ് മടക്കിയിട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നും താഴേക്ക് ആം ഹോളും കൊടുത്തിട്ടുള്ളത് 6.5 തന്നെയാണ്. ഇനി ഈ ഭാഗത്തും നമുക്ക് 6.5 കിട്ടിയിട്ടില്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്ത ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം കാണുമ്പോൾ 8.5. കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മേലെ നിന്നും താഴേക്ക് ഒരു വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കണം. അത് 13 ഇഞ്ചും കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ 30ൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 7.5 കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യാം. അടുത്ത് നമുക്ക് ഹിപ്പ് ലെങ്ത്ത്, അത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് അടക്കം 19 ഇഞ്ചാണ്. ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 9 ഇഞ്ച് കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യുന്നുണ്ട്. എ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഈ മെഷർമെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഹിപ്പിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേസ്റ്റിൻ്റെ അവിടം വരെ എടുത്തിട്ട് നമുക്ക് താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഹിപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് ഇതുപോലെ ചെരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് 2.25 കൊടുത്തിട്ട് അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ചെരിച്ച് ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അപ്പോൾ 2.25 നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതുപോലെയുള്ള 2 ബോക്സുകളാക്കി വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലുള്ള നെക്ക് വരുന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റാക്കി പിടിച്ചിട്ട് വേണം നമുക്ക് മെറ്റീരിയൽ ഫോൾഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നല്ല തുണിയുടെ മേലെ നമുക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം സൈഡിൽ ഒരു 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അതായത് നല്ല പീസ് 1 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടായാൽ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കൂടുതൽ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ആ ഭാഗത്ത് വരുന്ന സ്റ്റോൺസും മിറേഴ്സൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും ശ്രദ്ധിക്കാനുണ്ട്.
ഇനി സ്ലീവ് നോക്കാം. അതിനായിട്ട് കൈയുടെ വണ്ണം നോക്കണം. അതായത് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തെ വണ്ണം. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. മേലെ നിന്ന് ഒരു 1/2 ഇഞ്ചിന് താഴെ വേണം മെഷർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് തയ്യൽ തുമ്പ് പെടുത്തേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൽ മേൽഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് വേണം നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് തിരിച്ചു കൊടുത്തിട്ട് മെഷർമെൻ്റ് എടുക്കാനായിട്ട്. നമ്മൾ ചെസ്റ്റ് സൈസ് ഉണ്ടല്ലോ, അവിടം വരെയാണ് എടുക്കേണ്ടത്. അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.5 ഇഞ്ചാണ്. 8.5 എന്ന് പറയുന്നത് ഒരു ഭാഗത്തെ മെഷർമെൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് 8.5 എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം വേണ്ടത്. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ വരുന്നത്. ഇതിൻ്റെ വീതി ആകെ വരുന്നത് 13 ഇഞ്ചാണ്. എന്നാൽ നീളം നമുക്ക് കിട്ടുന്നുണ്ട്, 2.5 മീറ്റർ നീളം കിട്ടുന്നുണ്ട്. എന്നാൽ ഈ 13 ഇഞ്ച് നമുക്ക് മതിയാവില്ല, നമുക്ക് 17 ഇഞ്ച് വേണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ മെത്തേഡ് ഇതുപോലെ നമുക്ക് 4ആക്കി മടക്കിയിടുമ്പോൾ കണ്ടില്ലേ, ഇത്രയാണ് 6 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നിട്ട് താഴേക്ക് ബാക്കി നമുക്ക് എത്രയാണോ വേണ്ടത് അത് താഴ്ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കട്ട് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 17 ഇഞ്ച് ആക്കിയെടുക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡിൽ തുണി നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അതായത് നീളത്തിൽ മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലാക്ക് പോർഷൻ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് സ്ലീവിൻ്റെ വണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ വണ്ണം എടുക്കാം. അതിന് ശേഷം ബാക്കി വരുന്ന ആ പീസ് ഉണ്ടല്ലോ, ബോർഡർ പീസ്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഈ ഭാഗം നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ 13 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ, ഈ ഡിസൈൻ വരുന്ന പോർഷൻ ഈ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് ഈ താഴ്ഭാഗത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ടോട്ടൽ നമുക്ക് വേണ്ടത് 17 ഇഞ്ചാണല്ലോ. എന്നിട്ട് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നു, അതിന് ശേഷമാണ് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഈ പോർഷൻ നമുക്ക് താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 17 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 16 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് ലൈനിങ്ങിൽ മെഷർമെൻറ്റ് കൊടുക്കാം. ഞാനിവിടെ ലൈനിങ് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. 2 സ്ലീവിന് ഒരുമിച്ചുള്ളത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. മേൽഭാഗത്താണ് മടക്ക് വശം വരുന്നത്. അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ടോട്ടൽ വീതി 10 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ശേഷം താഴ്ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ഷേപ്പിന് വേണ്ടിയാണ്. എന്നിട്ട് അവിടെ നിന്നും മേലെ കോർണറിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേലെ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആം ഹോൾ കർവ് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സെൻറ്റർ പോയിൻ്റ് വരെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ കർവ് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബാക്കി വരുന്നതാണ് നമ്മുടെ തയ്യൽ തുമ്പ് കിട്ടുന്നത്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. നമ്മളിവിടെ ബെൽ സ്ലീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 8 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണല്ലോ. അതിൻ്റെ പകുതിയിൽ, അതായത് 8.5-ൽ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം മേൽഭാഗത്തായിട്ട്. ഇനി അവിടെ നിന്നും താഴേക്ക് 6 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്യാം. നമ്മുടെ സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. സ്ലീവ് ഇപ്പോൾ നമ്മൾ പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ, നല്ല പീസിൻ്റെ മേലെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം ഇതുപോലെ നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ്ങിനെ തിരിച്ച് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി 3 സൈഡിലും കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നല്ല പീസും ലൈനിങ്ങും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 സ്ലീവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മെയിൻ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെയിൻ പീസിൻ്റെ, അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കിന് ചുറ്റും 1/4 ഇഞ്ചിൽ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ലൈനിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നെക്കിന് ചുറ്റും ഇതുപോലെ നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം. ഇതുപോലുള്ള ഫ്ലോയി മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് നെക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം നെക്ക് ചെരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് പിൻ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പീസിലും ചെയ്യേണ്ടത്. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം ലൈനിങ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും കുഞ്ഞു കട്ടുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ശേഷം നമുക്ക് ലൈനിങ്ങിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നെക്കിന് ചുറ്റിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്ക് പീസിലും ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഉൾഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്കിന് ചുറ്റിലും കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ശേഷം ലൈനിങ്ങിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നാൽ ബാക്ക് ഭാഗത്ത്, അതായത് ബാക്ക് നെക്കിൽ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ഷോൾഡർ ജോയിനിങ്ങിന് ശേഷമാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സിബിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസാണ്. അതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ 3 സൈഡിലും ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സിബിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.25 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ 8.5 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസ് എടുത്തത്. എന്നാൽ നമുക്ക് ഓപ്പണിംഗ് വേണ്ടത് 6 ഇഞ്ചാണ്. ഇനി ഈ പീസിൻ്റെ മേൽഭാഗത്ത് നിന്ന് 1 ഇഞ്ച് വിട്ടു കൊടുക്കണം. അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം താഴേക്ക് നമ്മുടെ സിബിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൽ നമുക്ക് താഴേക്ക് അടുത്ത മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലൂടെ അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആ ലൈനിൻ്റെ 2 സൈഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത്. താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മേലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിലും ഇതുപോലെ തന്നെ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു 6 ഇഞ്ച് താഴേക്കും അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്കും 2 മാർക്കിംഗ് കൊടുക്കാം. ഇനി 2 ലൈനും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് 1 ഇഞ്ച് മേലേക്ക് കടത്തി വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലും പിൻകുത്തി നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. 2ൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ലൈനിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. താഴ്ഭാഗത്ത് എത്തുമ്പോൾ വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മേലേക്ക് കൊണ്ടുപോകാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിലുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗത്തെ വി വരെയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആ പീസിനെ ഉള്ളിലേക്ക് മടക്കി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 ഇഞ്ച് മേലേക്ക് വിട്ടിട്ടില്ലേ, ആ ഭാഗത്തെ ആദ്യം തന്നെ താഴത്തേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം സൈഡിലേക്ക് മടക്കണം. എന്നിട്ട് വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. താഴ്ഭാഗത്താണ് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കേണ്ടത്. നോർമൽ സിബ്ബ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റീൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് സിബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മേലേക്ക് വരുന്ന 1 ഇഞ്ച് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട്, അതായത് മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഈ പല്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മുടെ ഓപ്പണിങ്ങിന് താഴെ വെച്ച് കൊടുത്തിട്ട് ഓപ്പണിങ്ങിനേക്കാളും കുറച്ച് വെളിയിലേക്ക് തള്ളി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ മേൽഭാഗം നമുക്ക് മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫൂട്ട് ചേഞ്ച് ചെയ്ത് 1 സൈഡ് ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മേൽഭാഗത്ത് കെട്ടിട്ട് കൊണ്ട് വേണം തുടങ്ങാനായിട്ട്. ഈ സിബിൻ്റെ പല്ല് വെളിയിലേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി താഴ്ഭാഗം എത്താനാവുമ്പോൾ സിബിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് മേലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ടൊന്ന് പൊന്തിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ തുണി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഫൂട്ട് താഴ്ത്തി സ്റ്റിച്ചിങ് തുടങ്ങാം. എന്നിട്ട് ഈ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം പിന്നെ നമ്മൾ സൂചി കുത്തി നിർത്തി ഫൂട്ട് മേലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി തുണി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മൾ സിബിനെ മേൽഭാഗത്തേക്ക്, അതായത് ബാക്കിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. എൻ്റെ എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സിബിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, 1 ഇഞ്ച് ഭാഗം, അതിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സിബ് വെച്ച് കൊടുത്തിരിക്കുന്നത് കാണത്തക്ക രീതിയിലാണ്. ഇനി നമുക്കതിനെ ഇതുപോലൊരു പീസ് എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളമുള്ള ഒരു പീസാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് 3 സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സിബിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. അതായത് സിബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ അരികിലൂടെ ഒന്ന് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അരികിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി താഴെ നിന്ന് ആ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് മേലേക്ക് നമ്മൾ സിബിൻ്റെ എൻഡ് വരെ ഉണ്ടല്ലോ, ആ ഭാഗം ഉണ്ടല്ലോ, അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഏറ്റവും താഴ്ഭാഗത്ത് വരുന്നതാണ് ബാക്ക് പീസിൻ്റെ ലൈനിങ്. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം.
എന്നിട്ട് ഏറ്റവും മേൽഭാഗത്ത് വരുന്നതാണ് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്. അതിൻ്റെ മേലേക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും താഴ്ഭാഗത്തെ ലൈനിങ് ഓപ്പൺ ആക്കി വെച്ചിട്ട് 2 സ്റ്റിച്ചുകളുണ്ടല്ലോ, 2 നെക്കുകൾ തമ്മിൽ ഒരുമിച്ച് വരണം. ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമുക്ക് മേൽഭാഗത്തും ഇതുപോലെ ഒരേപോലെ വരണം. എന്നിട്ട് ബാക്കിലെ ലൈനിങ്ങിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മേൽഭാഗത്ത് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഈ ഭാഗം തുടങ്ങി മറ്റേ ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ നമുക്കൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഒട്ടും തന്നെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനിയാണ് നമ്മൾ ബാക്ക് നെക്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മൾ സ്ലീവിലാണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റുകളും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങി സ്റ്റിച്ചിങ് തുടങ്ങി ഒരു സൈഡിലേക്ക് ആദ്യം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം. അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നേരെ മറ്റേ സൈഡ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ട് കൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് നീക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിനിങ് ആണ്. സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടം വരെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മെഷർമെൻറ്റുകളൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി വേസ്റ്റിൻ്റെ ആ ഭാഗം വരെ നമുക്ക് 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കെട്ടിട്ട് കൊണ്ട് വേണം നമുക്ക് നിർത്താനായിട്ട്. 2 സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ലൈൻ ടോപ്പ്, പാനൽ കട്ട് ടോപ്പ്, ഇതേപോലുള്ള ടോപ്പുകൾക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ പാർട്ടും ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യില്ല. വേസ്റ്റ് ഭാഗം വരെയാണ് നമ്മൾ ഒരേ ലെവലിൽ ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ലൈനിങ്ങും മെയിൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് ഉണ്ടല്ലോ, താഴ്ഭാഗത്തെ ലൈനിങ്ങും മേൽഭാഗത്തെ ലൈനിങ്ങും രണ്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് മെയിൻ പാർട്ട് മാത്രമാണ് താഴേക്ക് കിടക്കുന്നത്, അതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് തന്നെ താഴേക്ക് നമുക്ക് കറക്റ്റ് മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതേ 2 സ്റ്റിച്ച് വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മെയിൻ പാർട്ടിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗമുണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ 2 ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് തന്നെ തുടങ്ങി അരികിലൂടെ നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആദ്യം 1/4 ഇഞ്ചിലും പിന്നീട് ഒരു 1/4 ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.